ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്വീറ്റ് സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. തണുത്ത മുട്ട ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്ക പൗഡറിന് പകരം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക കേട്ടോ. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായി തന്നെ ബീറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ആ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ഒക്കെ ഇടാം. പിന്നെ ഒരു 4 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ ഒരു കഷ്ണം, അതായത് നട്ട്മഗ് എന്ന് പറയില്ലേ, അതാണ് ജാതിക്ക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബൗൾ എടുക്കുമ്പോൾ ഇത്തിരി വലിയ ബൗൾ എടുക്കാൻ ശ്രമിക്കണേ. നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ബൗളിലേക്ക് ഇപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് തിളപ്പിച്ചാറിയ പാൽ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലോ അല്ലെങ്കിൽ ചൂടുള്ള പാലോ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി അത്ര നന്നാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇത് ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് ഇളക്കണ്ട. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കട്ട വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളപ്പോൾ ആ പഞ്ചസാരയും കൂടെ ഈ പാലിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 കപ്പ് എടുത്തിട്ട് അത് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് ഒട്ടും കട്ടകളില്ലാതെ വിസ്ക് വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ട് ചെയ്താലേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ആ എടുത്ത 2 കപ്പ് മൈദ ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോക്കൂ, ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അല്ലേ. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഇത് കിട്ടുക, തിക്കായിട്ട് വരുവേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എഗ്ഗിൻ്റെ കൂട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ എഗ്ഗിൻ്റെ കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മിൽക്ക് പൗഡർ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മളുടെ ഈ റെസിപ്പി ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് പൗഡർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, അതിൻ്റെ തിക്നെസ് ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവട്ടോ. നമ്മളപ്പോൾ ആ മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചിട്ട് ഈ ബാറ്റർ നന്നായിട്ട് ബൈൻഡ് ആവുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അപ്പം നമ്മളുടെ ബാറ്ററൊക്കെ നമ്മളിവിടെ അടിപൊളിയായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അതെടുത്ത സ്പൂണിലെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ബബിൾ പോലെ വന്നിട്ടുള്ളത് കേട്ടോ. ബേക്കിംഗ് സോഡ അതിൽ ഇത്തിരി അല്പമുള്ള കാരണമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ കറക്റ്റ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈം ജ്യൂസും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുക. അങ്ങനെ ബേക്കിംഗ് പൗഡർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ എടുക്കുക. പക്ഷേ ഈ വിനെഗർ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാറ്ററപ്പിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ബാറ്റർ കപ്പിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൗകര്യപൂർവ്വം നമുക്കിതിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഇതുപോലത്തെ ഒരു തവി എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു അല്പം കുഴിയുള്ള ടൈപ്പ് ഒരു സ്റ്റീലിൻ്റെ തന്നെ തവി എടുക്കുക കേട്ടോ.
അങ്ങനെ എടുത്തതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് നേരം ഈ എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ തവി കേട്ടോ, ഈ തവി നന്നായിട്ട് ചൂടാക്കി എടുത്താൽ നമുക്കിത് മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ചൊരു രസകരമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഭയങ്കര നല്ല രസമാണ് കേട്ടോ ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ തവി നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ഭാഗം നമ്മൾ ആക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തവി അങ്ങനെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ താനേ അതിൽ നിന്ന് ഇത് ഇങ്ങനെ ശരിക്കും കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വിട്ട് വരും കേട്ടോ. നല്ല ഷേപ്പോട് കൂടി നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കിയിട്ടും ഇനിയിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു അപ്പക്കാരില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതാ വീണ്ടും അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ എണ്ണയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ആയി വരും കേട്ടോ. ഇങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അങ്ങനെ തന്നെ അതിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്നത്. അത് അങ്ങനെ വിട്ട് വന്ന ശേഷം നമ്മൾ ഇതൊന്ന് ഈ സ്പൂണൊന്ന് എണ്ണയിൽ അര മിനിറ്റ് നേരമൊക്കെ ഒന്ന് മുക്കി വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് വേണം അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര കൊള്ളൂ അത്രയും നമുക്കിതിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അതിങ്ങനെ വിട്ട് വന്നുകൊണ്ടിരിക്കും. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് കറക്റ്റായി വന്നപ്പോൾ എല്ലാം കൂടി ഇതിന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ ഒരുപാട് അങ്ങ് മധുരമൊന്നുമില്ല, 5 ടേബിൾ സ്പൂണല്ലേ നമ്മൾ മധുരം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു മിനിമം മധുരമേ ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഇതാ നോക്കൂ, ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരല്പം ഫ്രഷ് ക്രീം പരട്ടി കൊടുക്കുക. ഇപ്പം എൻ്റെ ഫ്രഷ് ക്രീം മധുരം ഉള്ളതല്ല കേട്ടോ, മധുരം ഇല്ലാത്ത ഫ്രഷ് ക്രീം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് പരട്ടിയതിന് ശേഷം അതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ അവിടെ ജാം പരട്ടി കൊടുക്കുക. അപ്പോൾ ജാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമുള്ളെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ജാമാണ് പരട്ടുന്നത്. ഇത് ഹോം മെയ്ഡ് ജാമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ആപ്പിൾ ജാമാണിത്. അപ്പോൾ അതൊരു സൈഡിൽ പരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടിയാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ അടച്ചിട്ട് ഇനി നമുക്ക് ഇങ്ങനെ കഴിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അത്ര മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജാം പരട്ടണമെന്നില്ല, ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അതല്ല ഫ്രഷ് ക്രീമിൽ ഇനിയിപ്പോൾ മധുരം ഉണ്ടെങ്കിൽ പിന്നെ മധുരം വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായി പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഇങ്ങനൊരു സ്നാക്ക് റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവൂസ് കിച്ചൺ.